വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നും ഒരു ഹാപ്പി ഡേ ആണ്. ഇന്ന് ദിവസം എന്താണ്? 15-ാം തീയതി. നമ്മുടെ നാട്ടിലത്തെ ടൈം അനുസരിച്ച് 15 ഡിസംബർ 1:15 AM. രാവിലെ വെളുപ്പിന് 1 മണിയായി അവിടുത്തെ സമയം. അപ്പം ഇവിടെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളൊരു നല്ല ട്രേഡ് ചെയ്ത്, ഇത് 15 എന്ന് പറഞ്ഞാൽ 14-ാം തീയതി ഈവനിങ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് നാസാക്കിലെ സമയം 14:45 അവിടെ, അതായത് 2:45. അപ്പം ഇപ്പോഴും ട്രേഡ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഇവിടെ ഒരു ട്രേഡ് ചെയ്തു. എക്സാക്ട്ലി നമ്മളിത് ഇവിടെ എക്സിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഏകദേശം 157 പോയിന്റോളം മാർക്കറ്റ് നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്നും ഇവിടെ വരെ 148 പോയിന്റോളം വന്നത് കേട്ടോ. 145 പോയിന്റോളം വന്നു. അത് എക്സിറ്റ് ചെയ്തില്ല. ഞാനൊരു സ്വിങ് വന്നിട്ട് താഴോട്ട് വരുമെന്നാണ് ഓർത്ത്. ഇവിടെ വന്ന് തിരിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി സംഭവം കൈവിട്ട് പോവുകയാണ്. അപ്പോഴത്തേനും ഇവിടെ തന്നെ എക്സിറ്റ് ആയി. അത് നമ്മുടെ വീഡിയോയിൽ ഇവിടെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡിംഗ് ആണ്. ഇതെന്തിനാണ് നിങ്ങളെ ഓരോരുത്തരും കാണിക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് പ്ലാൻ ചെയ്യുന്ന ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഞാനിത് സ്പീഡിൽ 10x സ്പീഡിലിട്ടാണ് അത് ഓടിക്കുന്നത്. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനല്ലേ ഉള്ളൂ. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോസ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മാർക്കറ്റിനെ എങ്ങനെയാണ് നോക്കേണ്ടത്, എന്തെല്ലാം സിനാരിയോസ് ആണ് ഓരോ പ്രാവശ്യം വരുന്നത്, ഇതെല്ലാം നിങ്ങളും ഓരോരുത്തരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ ചുമ്മാ മാർക്കറ്റിൻ്റെ ഗ്രാഫ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടി കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനുവേണ്ടി എന്തെല്ലാം ഏരിയാസ് ആണുള്ളത്, പുൾ ബാക്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം, പഠിക്കാൻ നോക്കണം. സോ ഇതുണ്ടോ, ഞാനിവിടെ സ്പീഡിൽ ഓടിച്ചു വിടാം. ഇവിടെ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നതായിട്ട് എൻട്രി ഡൺ എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മാർക്കറ്റ് നമ്മുടെ ഇതിലേക്ക് മുകളിൽ ടാപ്പ് ചെയ്ത് ഇതുണ്ടോ, കയറി ടാപ്പ് ചെയ്ത് താഴോട്ട് വരുന്നു. ഇനി അവിടെ എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇത് ഞാൻ ഓടിച്ചിട്ടാക്കാം, നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യുമ്പോൾ കാണാം. അതിനുശേഷം എന്ത് പറഞ്ഞു ഉണ്ടോ, താഴോട്ട് പോകുന്നു. സോ ഇവിടുത്തെ ടൈം സ്റ്റാമ്പ് ഇറ്റ് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണിത്. ഞാൻ ഇതിനകത്ത് ഒരു മാനിപ്പുലേഷൻ കാണിക്കുന്നില്ല. ലൈവ് മാർക്കറ്റ് ഇതുണ്ടല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 66 ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. അതിനുശേഷം മാർക്കറ്റ് താഴെ വരുന്നു, കംപ്ലീറ്റ് വരുന്നു. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഞാൻ ഇതുണ്ട് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ ഞാൻ ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോൾ കാണിക്കാം. ഇവിടെ കണ്ടോ 88 പോയിന്റ്സ് ഇവിടെ ഞാനിത് മെഷർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ട്രേഡ് എക്സിറ്റ് എന്ന് ഇവിടെ എഴുതുന്നുണ്ട്. ആ സമയത്ത് കൃത്യം എക്സിറ്റ് ആയി. ആക്ച്വലി 148 കിട്ടേണ്ടതായിരുന്നു. ഇപ്പോൾ സാരമില്ല, നാളെ നമുക്ക് പിടിക്കാം. നാളെ അടുത്ത ട്രേഡിൽ നമുക്ക് പിടിക്കാം. ഇനിയും ഉണ്ടല്ലോ, നമ്മൾക്ക് ഇത് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഹാപ്പി സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ എൻട്രി എടുക്കാനുള്ള ലോജിക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. ഈ ഒരു ഏരിയ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. 5 മിനിറ്റ്സിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ആ സമയത്ത് ഞാൻ നോക്കിയത് ഇവിടെ ഇങ്ങനെ നോക്കിയത്. 15 മിനിറ്റ്സിൻ്റെ ഗ്രാഫ് ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇതിന് മുകളിൽ കയറി ടാപ്പ് ചെയ്ത് താഴെ തിരിച്ചു പോരുന്നു. സോ ഇവിടെ എന്ത് സെനറിയോ കണ്ടുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ജസ്റ്റ് ലെറ്റ്സ് ഹാവ് എ ജനറൽ ലുക്ക് അറ്റ് ദ മാർക്കറ്റ് സ്ട്രക്ചർ. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് രാവിലെ വരുമ്പോഴേ നോക്കണം മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റിൻ്റെ വാല്യൂ ഏരിയ എന്നുള്ളത് എന്താണെന്ന് നോക്കുക. മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് മണി ആൻഡ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഫോക്കസ് ഓൺ വാല്യൂ ഏരിയ ഓഫ് ദ മാർക്കറ്റ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ദിസ് ഈസ് എ കൺസോൾട്ടേഷൻ ഫേസ് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഇത് എന്ത് ഡിസ്ക്രിപ്പൻസിയാണ് ഇവിടെ കിടക്കുന്നത്? 862 പോയിന്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര വന്നു? 1800 പോയിന്റ്. അതിന് മുകളിൽ വന്ന് 2400 പോയിന്റ്. സോ കൺസോൾട്ടേഷൻ ഫേസിൽ ആക്ച്വലി ഇവിടെ വലിയധികം മിറ്റിഗേഷണൽ മൂവ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ റിട്രേസ്മെന്റ് പുൾ ബാക്ക് ലെഗ്സ്, വാട്ട് ഇറ്റ് ഈസ് പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ല, ഓൾറെഡി ചാനൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് വെരി വെൽ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുൾ ബാക്ക് മനസ്സിലാക്കി വെച്ചോണം. കാരണം പുൾ ബാക്ക് സിനാരിയോസ് വിൽ ബി റിപ്പീറ്റിംഗ് ഫോർ യുവർ ട്രേഡ് സെറ്റപ്പ്. അതിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് ട്രേഡിംഗ് സെറ്റപ്പുകൾ നമ്മൾ മോസ്റ്റ് കോമൺ നമുക്കറിയത്തില്ല എന്താ ട്രേഡ് സെറ്റപ്പാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. സോ സംടൈംസ് 3 ക്യാൻഡിൽ ആയിരിക്കും, ചിലപ്പം സംടൈംസ് പുൾ ബാക്ക് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രക്ചറൽ റീഅലൈൻമെൻറ്റ് ആയിരിക്കും, സ്ട്രക്ചറൽ റീഅലൈൻമെൻറ്റ് ഓർഡർ ഫ്ലോയുടെ ഇതിലായിരിക്കാം, ബ്രേക്കപ്പ് സ്ട്രക്ചർ ആയിരിക്കാം. സോ പല പല സെനാരിയോസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ലെക്ചേഴ്സ് എല്ലാം നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. വാട്ട് ഐ വാണ്ട് ടു ടീച്ച് യു ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എല്ലാവരെയും പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും യു ഹാവ് ടു സി എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. പക്ഷേ അതിനകത്ത് എല്ലാം കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ലോങ് റൈഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ട്രേഡ് നിങ്ങൾ ഒരെണ്ണമെങ്കിലും ചെയ്യുക. സോ ഒരു പ്രാവശ്യം ഒരു ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഐൻസ്റ്റീൻ ഫൈൻഡ് ഔട്ട് ചെയ്ത E=mc² എന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന അതേ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. ഐ വാണ്ട് യു ടു ഹാവ് ദാറ്റ് ഹാപ്പിനെസ്. മനസ്സിലായോ? പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, വേറാസ് യു ഹാവ് ടു ഫീൽ ദ പൾസ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ഡു സം ട്രേഡിംഗ്. ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലെക്ചേഴ്സ് എല്ലാം നീണ്ടു പോകുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഊർജ്ജം തരാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കമൻറ്റ് എഴുതുന്നതോറും നമ്മൾ പുതിയ ഐഡിയാസ് തന്നുകൊണ്ടിരിക്കും.
സുഹൃത്തുക്കളെ ഒരിക്കലും വിചാരിക്കരുത് ഐഡിയാസ് ഇപ്പോൾ തീർന്നു പോകും, എനിക്ക് കണ്ടന്റ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും തീരത്തില്ല. അതുപോലെ കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്. സോ നിങ്ങൾ എന്തുമാത്രം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അവരെയും കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വാട്ട് ഐ വാണ്ട് ടു ദാറ്റ് നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങളും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ എം വെരി വെരി ഹാപ്പി. ദാറ്റ്സ് ഇറ്റ്. ചാനൽ വളരാതിരിക്കുക എന്നുള്ളതല്ല, ബട്ട് പീപ്പിൾ ഹൂ വിൽ റിയലി മേക്ക് മണി ദേ വിൽ തിങ്ക് അബൌട്ട് യു ഓൾവേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൽ ഒന്നിന് മോളെ അങ്ങനെ കയറി പോവുകയാണ്. സോ ഇങ്ങനെ കയറി പോകുന്ന മാർക്കറ്റ് നമുക്ക് ഷോർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. മാർക്കറ്റ് എന്തോരം കയറി പോകുന്ന ഇവിടെ ഒരു വാല്യൂ ഡിസ്ക്രിപ്പൻസി ഉണ്ട്. എനി ടൈം ഇറ്റ് ക്യാൻ കം ഡൗൺ. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് 4 hour ചാർട്ട് നോക്കുന്നു. സോ 4 hourൽ എന്ത് സംഭവമാണ് ഇവിടെ ഉള്ളത്? ഇത് ഓരോ മാർക്കറ്റിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. നാസ്ഡാക്കിന് ഡിഫറൻ്റ് ആണ് കേട്ടോ. കാരണം നാസ്ഡാക്കിന് എപ്പോഴും നമ്മൾ 4 hourലാണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ നോക്കുന്ന 1 hourലേക്ക് എടുത്ത് വെച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈവൻ 1 hour പോലും നമുക്ക് കിട്ടത്തില്ല. 50 minutes കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ സ്ട്രക്ചറൽ അറിയാം. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ മാർക്കറ്റ്. ഹിയർ ഇറ്റ് ഈസ് 4 hours. ഓക്കെ, അപ്പോൾ നമ്മൾ 4 hours ഇറ്റ് വിൽ ഗിവ് യു മോർ പ്രോബബിലിറ്റി. നൗ ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ. ഇവിടെ എന്താണ് ഈ സ്ട്രക്ചറിലെ പുൾ ബാക്ക് സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോൾ യു സി ദർ ഇസ് എ പുൾ ബാക്ക് ഹിയർ, യു വിൽ സി ദർ ഇസ് എ പുൾ ബാക്ക് ഹിയർ അല്ലേ. അതിനുശേഷം സൈഡ് വൈസ് മൊമെൻറ്റം. സോ പുൾ ബാക്ക് ഉണ്ടോ? പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ല, വീഡിയോ പോയി കാണുക. പ്രീവിയസ് വീഡിയോ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. 3ാമത്തെ വീഡിയോ അതും കണ്ട് പുൾ ബാക്കിൻ്റെ സെനാരിയോ ക്വസ്റ്റ്യൻസ് ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കി കണ്ടുപിടിക്കുക, പുൾ ബാക്ക് സെനാരിയോസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നൗ ഇവിടെ ഈ മൊമെൻറ്റം വന്നു. അതിനുശേഷം ഇവിടെ ആക്ച്വലി പുൾ ബാക്ക് ഒന്നും ഇല്ല. ഇവിടെ എങ്ങനെയാണ് അപ്പർ സൈഡിലേക്ക് പോകുമ്പോഴത്തേനും ഒന്നുമില്ല അല്ലേ. ഇവിടെ വരുമ്പോഴത്തേനും മൊമെൻറ്റം ലൂസായി. സോ ഇനി പുൾ ബാക്ക് സെനാരിയോയിൽ എന്ത് വരണം? അതിനുശേഷം ഒരു താഴെ വന്നു, പിന്നെ ഒരു ക്യാൻഡിൽ മോളി വന്നു. സോ ഇതിന് മുകളിൽ കയറി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുൾ ബാക്ക് സെനാരിയോ വരുന്നുള്ളൂ. ബിക്കോസ് അതുവരെ നമുക്ക് പുൾ ബാക്ക് സെനാരിയോ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. സോ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് പുൾ ബാക്ക്? എന്താണ് ആ പുൾ ബാക്കിൻ്റെ മീനിങ്? പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് അവിടെ പുൾ ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ സെനാരിയോയിൽ പുൾ ബാക്ക് ക്യാൻഡിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഇവിടെ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അപ് ട്രെൻഡിങ് മാർക്കറ്റിലാണ് പുൾ ബാക്ക് സെനാരിയോസ് നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അപ് ട്രെൻഡിങ് മാർക്കറ്റ് പുൾ ബാക്ക് നമ്മൾ നോക്കിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്തെങ്കിലും പുൾ ബാക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൂസിങ് മൊമെൻറ്റം മേക്കിംഗ് എ ഹൈ, ലൂസിങ് മൊമെൻറ്റം മേക്കിംഗ് എ ഹൈ, ലൂസിങ് മൊമെൻറ്റം മേക്കിംഗ് എ ഹൈ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് മാർക്കറ്റ്? You are finding an uptrending. What you want to do? You want to find out. എന്താണ് ചെയ്യേണ്ടത്? You want to find out pull back candles on an uptrending market. Uptrending market. If the uptrending market ഇവിടെ കിക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ what was the activity before? Was it a sideways activity or was it a range bound activity? If so, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? Let it come out of this. എന്നാലല്ലേ മൊമെൻറ്റം വരുന്നത്. ഇവിടെ ഇത് മുകളിലേക്ക് പോയി ഇതിന് പുറത്തിയാടി മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പുൾ ബാക്ക് ഉണ്ടോയെന്നാണ്. സോ അവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മുകളിൽ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി. ഇവിടെ ഈ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തോ, ഈ ലൈൻ്റെ മുകളിൽ കയറി ക്ലോസ് ചെയ്തു. പ്രൈസ് കയറി ക്ലോസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്യാൻ വരുന്നു. സോ യു ഗോട്ട് എ പുൾ ബാക്ക് ഹിയർ അല്ലേ. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഫോർ us. This is a value area. So how many points are there from here to here? 467 points. So നമ്മൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ യു പുട്ട് യുവർ ടാർഗറ്റ് ബിഗ് ടാർഗറ്റ്. മനസ്സിലായോ? ബിക്കോസ് ദിസ് ഈസ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തണം. സോ ഇറ്റ് ഇസ് എ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ബിഗ് ആയിരിക്കണം. യു ആർ ഗോയിങ് ടു പ്ലേ വിത്ത് 1:4, 1:6, 1:7 അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. നമുക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ ഡസിൻ മാറ്റർ. ഓക്കെ, കിട്ടുമോ കിട്ടാതിരിക്കുമോ ഡസിൻ മാറ്റർ. Maybe it will fail, doesn't matter, don't worry. Okay, it will fail 10 times, but you will wake up. എങ്ങനെ wake up? Because you will manage with your risk reward ratio. അതാണ് സംഭവം. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്താണ് ഇവിടെ നോക്കുന്നത്? ഒരു പുൾ ബാക്ക് എത്ര പോയിന്റ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഒരു മൈനർ പുൾ ബാക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ, ഉണ്ടോ? ഈ ക്യാൻഡിൽ നമ്മൾ എൻലാർജ് ചെയ്ത് നോക്കുമ്പം എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തോ? ഇല്ല. സോ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കണം, ഇങ്ങനെ ലോ ബ്രേക്ക് ചെയ്തോ. കാരണം നമ്മൾ എക്സാക്ട്ലി ആ പുൾ ബാക്ക് ഫൈൻഡ് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. പുൾ ബാക്ക് ഫൈൻഡ് ചെയ്യുന്നതിനകത്ത് ഡൗട്ട്സ് എല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്തോണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളുടെ ഡിസിഷണൽ ഫ്രെയിമിങ്ങിൽ ഇറ്റ് വിൽ ഗിവ് യു എ റോങ് ഐഡിയ. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ
പുൾ ബാക്ക് അല്ല, എൻട്രി എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അത് പുൾ ബാക്ക് അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ക്യൂസസ് വിൽ നോട്ട് മേക്ക് യു ഹാപ്പി. ഓക്കെ, നൗ ഇനി എന്താണ് നോക്കുന്നത്? ഇവിടെ ഒന്ന് നമ്മൾ നോക്കി കഴിഞ്ഞ് ഇവിടെ നോക്കി. സോ 1 അവറിലേക്ക് നമ്മൾ നോക്കി. ഇവിടെ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ ഒരു കറക്ഷണൽ മൂവ്മെൻറ്റിന് മാർക്കറ്റിന് വേണം ഇവിടം വരെ വന്നിച്ച് പോരാൻ പറ്റും അല്ലേ? അതങ്ങനെ. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് വേണം ഇവിടെ വേണേലും വെക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു ഇച്ചിരി ബിഗർ ടാർഗറ്റ് വെച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇറങ്ങാൻ അറിയുന്നാലും ഈ പുൾ ബാക്കിൻ്റെ ബോട്ടം സൈഡിൽ കൊണ്ട് നമ്മൾ ടാർഗറ്റും വെച്ചു അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊണ്ട് ഇവിടെ വെച്ചാലും മതിയായിരുന്നു. ഈ പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഇത് രണ്ടിടത്ത് ഒരിടത്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. സോ ഫൈൻഡിങ് ഔട്ട് ടാർഗറ്റ് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബേസ്ഡ് ഓൺ പുൾ ബാക്ക് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് 15 മിനിറ്റ്സിലേക്ക് നമ്മൾ എൻട്രി സ്ട്രക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അതിന് മുമ്പ് തന്നെ ഞാൻ 3 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഇതിലേക്ക് നമ്മൾ നോക്കി. സോ 3 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ വാട്ട് ആർ യു സീയിങ് ഹിയർ? സിമ്പിൾ ട്രേഡ് സെറ്റപ്പ് കണ്ടോ? വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ. ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ഇപ്പം നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുൾ ബാക്ക് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. സോ ക്യാൻഡിൽ ഇത് ഇന്നലെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബിഗ്ഗർ ക്യാൻഡിൽ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ന്യൂസ് ബേസ്ഡ് നമ്മുടെ പവൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ പുക പോയി. അപ്പോൾ അതിനുശേഷം വന്നു താഴോട്ട് വന്നു. സോ സീ ദി ഇമ്പോർട്ടൻസ്. നിങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കണം. ഓൺലി ട്രേഡിംഗ് സീക്രട്ട് ചാനൽ വിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സി 1 ഇത് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 1 2 3 ക്യാൻഡിൽ പുൾ ബാക്ക് ക്യാൻഡിൽ. സോ ഇതാണ് നമ്മുടെ 3 ക്യാൻഡിൽ പുൾ ബാക്ക് ക്യാൻഡിൽ അല്ലേ? അപ്പം അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ഇതും ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. ബിക്കോസ് ഇവിടെ വന്ന് പ്രൈസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പ്രൈസ് ഹെഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിനെയും പുൾ ബാക്ക് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ നോക്കിയേ, ഈ പുൾ ബാക്ക് ഇതുണ്ട് കൃത്യം അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വന്നില്ല. അതിൻ്റെ ബോഡി ടു ബോഡി ലെവൽ വന്നിട്ട് അത് റെസ്പെക്ട് ചെയ്തോ ഇല്ലയോ? ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ഐ എം ഷോയിങ് യു. ഇതിൽ കൂടുതൽ എന്തോ ട്രേഡ് സെറ്റപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് കയറുന്നു, ഇവിടെ ക്രാഷ് ചെയ്യുന്നു, പിന്നെ തിരിച്ച് കയറുന്നു. അപ്പം ആ ഒരു സെറ്റപ്പിൽ നമുക്കിവിടെ എൻട്രി കിട്ടി. നമുക്ക് ഇവിടെ മൈനർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ സെറ്റപ്പ് ഫീച്ചേഴ്സ് അവിടെ കാണിക്കുക. അത് പിന്നീടുള്ള ലെക്ചറുകളിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. പക്ഷേ ഈ 99-100 വീഡിയോസ് നമ്മളിവിടെ ഓൾറെഡി ഇട്ടിട്ടില്ലേ? 100 വീഡിയോസോളം ഇട്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്ത് അതിനകത്ത് നമ്മൾ ഐഡിയ ഫ്രെയിം ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തെല്ലാം പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. സിമ്പിൾ ട്രേഡ് സെറ്റപ്പിൽ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇത് വെച്ചിട്ടൊരു എൻട്രി എടുക്കട്ടെ, അത് വെച്ചിട്ടൊരു ഇത് ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു ഐഡിയയും കൊണ്ടായിരിക്കുന്നെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ഇറ്റ്. ഇറ്റ് ഈസ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം. അപ്പം നമ്മൾ എല്ലാ ഇതും എടുത്തിട്ട് നോട്ട് എഴുതി പഠിച്ച് ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുക. മേ ബി ഇറ്റ് ഇസ് എ tedious പ്രോസസ്, ബട്ട് വൺസ് യു ഡൂ ദിറ്റ് യു വിൽ വിൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അതിനുശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ വരുവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ഹൈ വന്നു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് അല്ലേ? ഹൈ ലോ മൊമെൻറ്റം അപ്പ് സൈഡ്, ഗോയിങ് അപ്പ്, കമ്മിങ് ഡൗൺ, അഗെയിൻ മൊമെൻറ്റം ലൂസിങ്, അല്ലെങ്കിൽ ഇവിടെ നോട്ട് മൊമെൻറ്റം ലൂസിങ്, ഇവിടെ മൊമെൻറ്റം ഗെയിനിങ്. സോ ഇതുണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഈ സബ്സിക്വൻറ്റ് ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഹൈ അതൊക്കെ നമ്മൾ നോക്കണം കൃത്യമായിട്ട്. ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ? ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം എഗെയിൻ സബ്സിക്വൻറ്റ് ക്യാൻഡിൽ മൊമെൻറ്റം ലൂസായി പോയി. പക്ഷേ പ്രൈസ് വിത്ത് ഇൻക്രീസ്ഡ് പ്രൈസ് പിന്നെയും പോകുന്നു. സോ നമുക്കിവിടെ കൺഫ്യൂഷനായി. അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. സോ എന്ത് ചെയ്യണം? വെയിറ്റ് ഫോർ സം ടൈം. മാർക്കറ്റിന് സമയം കൊടുക്കുക, അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കുക. അത് പെർഫോം ചെയ്യട്ടെ, അതായത് നമുക്ക് നോക്കാം എന്താണ് കാണിക്കുന്നതെന്ന്. എൻട്രി കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തരും. കാരണം നമ്മുടെ പഠിത്തം അത്രയും ഇതാണ്, ഡെൻസിറ്റി ഉള്ള പഠിത്തമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ചുമ്മാ എല്ലാവരും ചെയ്യുന്ന പോലെ 2 ലൈനും വരച്ച് വെച്ച് ഇവിടെ മാർക്കറ്റ് പൊട്ടു അവിടെ പൊട്ടു അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നു. എന്ത് വെച്ചാൽ ഇംബാലൻസ്, ഇറ്റ്സ് എ സൈൻ ഓഫ് വീക്ക്നെസ്. എഗെയിൻ കമ്മിങ് അപ്പ്. എന്താണ് ഇവിടെ സംഭവം? ഇവിടെ എന്ത് പറ്റി? ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് മുകളിലേക്ക് വന്നു. ഈ ടു മിറ്റിഗേറ്റ് ദിസ് മൂവ്മെൻറ്റ് അല്ലേ? ഇവിടുത്തെ ഈ മൂവ്മെൻറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മുകളിലേക്ക് കയറി വന്നു. ഇവിടെ എന്തെങ്കിലും പുൾ ബാക്കോ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കിട്ടി. സോ സിന്തറ്റിക് ഇൻഡെക്സിൽ നമ്മൾ വെൻ വി ആർ പ്ലേയിങ് വിത്ത് സിന്തറ്റിക് ഇൻഡെക്സ്, ഇതുപോലത്തെ നമ്മുടെ ഈ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഇങ്ങനത്തെ സംഭവങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വി വിൽ ചെക്ക് ദിസ് ടൈം ഫ്രെയിം ഇൻ 1 മിനിറ്റ്. മനസ്സിലായോ? 1 മിനിറ്റ്. എന്നാലും നമുക്ക് ഇച്ചിരി ക്ലാരിറ്റിയിൽ എൻട്രി കിട്ടാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് അറിയണ്ടേ? 1 മിനിറ്റിൽ നമ്മൾ നോക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ നമ്മൾ മറ്റേ 3 മിനിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ യു ആർ നോട്ട് ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ അല്ലേ? ഇവിടുത്തെ ഒരു സ്ട്രക്ചർ ബേസിലുള്ള സെറ്റപ്പ് തന്നെയാണ്. അതിനകത്തെ അതൊരു ഔട്ടർ ലൈൻ പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ബിക്കോസ് ടൈം ഈസ് ഫ്രാക്ടൽ.
ആ ഫ്രാക്റ്റൽസ് ഉള്ളതുകൊണ്ട് ഒരു ഔട്ടർ ലൈൻ പെർഫോമൻസ് ആണ് 3 മിനിറ്റ് നടക്കുന്നത്. സോ വേറെ 1 മിനിറ്റ് ദ മൊമെൻറ്റം ഗെയിനിങ് ആക്ടിവിറ്റി ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ക്യാൻഡിൽ അല്ലേ. ദാറ്റ് ക്യാൻഡിൽ ഈസ് വിസിബിളി ഷോയിങ് യു ഇവിടെ നമ്മളുടെ ഏരിയ എന്താണെന്നുള്ളത്. സോ ഇവിടെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇത്രയും ഭാഗത്ത് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഓക്കെ, സബ്സീക്വൻറ്റ് ഫോളോ വരുന്നു. സോ എവിടെയാണ് നമ്മളുടെ സംഭവങ്ങൾ തുടങ്ങുന്നത്? ഇതെന്താണ്? പുൾ ബാക്ക്. ഇതെന്താണ്? പുൾ ബാക്ക് ആണ്. അല്ല, അതിനുശേഷം ഇവിടെ വരുന്നു. സോ ഈ പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ക്ലിയർ സൈൻ ഓഫ് സെല്ലിങ്. അപ്പോൾ അതല്ല, നമുക്ക് അവസരം തരുന്നില്ല. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യണം? അടുത്ത ക്യാൻഡിൽ വരുന്നു, മാർക്കറ്റ് ഇവിടെ വരുന്നു, ഇവിടെ നമ്മൾ നോക്കുന്നു, നമ്മുടെ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുന്നു. ഇതെങ്ങനെ മാർക്ക് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മറ്റേ വീഡിയോ നോക്കിയാൽ നമ്മുടെ പുൾ ബാക്കിൻ്റെ വീഡിയോ 2 ഇട്ടിട്ടുണ്ട്. അത് നോക്കി കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ലോ ഇവിടെ വന്നാക്കുന്നതെന്ന് കാര്യം പിടികിട്ടും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇത് പുൾ ബാക്ക് ആണോ? ഒന്നുമില്ല. അടുത്ത സംഭവം ഇവിടെ വരുന്നു. പുൾ ബാക്ക് ഉണ്ടോ ഇല്ലയോ? പുൾ ബാക്ക് ഇല്ല. ബിക്കോസ് ലോ ബ്രേക്ക് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മൊമെൻറ്റം ഗെയിനിങ് അപ്പ് സൈഡ്. അപ്പം വിട്ടുകളാം, അതുപോലെ. അപ്പോൾ അടുത്ത് ഇവിടെ വരുമ്പോൾ ഉണ്ടോ? ഇല്ല. മൊമെൻറ്റം ഗെയിനിങ് അപ്പ് സൈഡ്, വീണ്ടും മൊമെൻറ്റം ഗെയിനിങ് അപ്പ് സൈഡാണ് അല്ലേ. ഒരു ക്ലിയർ സൈൻ ഓഫ് ഇത് വരുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും പക്ഷേ ഇവിടുത്തെ ഈ ഫോളിന് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു പുൾ ബാക്ക്, മൈനർ പുൾ ബാക്ക് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഈ മൈനർ പുൾ ബാക്കിൽ എന്ത് സംഭവിച്ചു? സബ്സീക്വൻറ്റ് മൂവിൽ 1 ടൈം ഇറ്റ് ഈസ് ടെസ്റ്റിംഗ്, again coming back, second time it is testing, second time, okay, then what happens? Third time it will not test. Why? Because the momentum is, it will be losing the momentum. കാരണം എന്താണ്? തേർഡ് ടൈം ഇതിൻ്റെ അടുത്ത് വരെ മേ ബി വരാം, അത്രയും വരെ വന്നു വെച്ചാൽ വേണമെങ്കിൽ പ്രൈസ് തിരിച്ചു പോവാം. സോ ഇമ്മീഡിയറ്റ്ലി വി ഫിക്സ് ദ സ്റ്റോപ്പ് ലോസ് ഏരിയ എബവ് ദിസ് ലൈൻ. അതാണ് ഈ കാണുന്ന സംഭവം. കണ്ടോ? ഈ ലൈൻ മുകളിലല്ലേ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇതാ ഈ ലൈൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏരിയ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വര വരച്ചിട്ടാക്കുന്നത്. സോ ഇപ്പം ഇതിൻ്റെ ടാർഗറ്റ് ട്രേഡിങ്ങിൻ്റെ പ്ലാൻ എന്താണെന്ന് പിടികിട്ടിയോ? സോ ഈ ഒരു സെറ്റപ്പ് നമുക്ക് മാർക്കറ്റ് സംടൈംസ് ഈ ഒരു സെറ്റപ്പിൽ കിട്ടും, വേറെ ദിവസം വേറെ സെറ്റപ്പില്ലാതിരുന്നത്. അതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോ സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പോയി. അപ്പോൾ നമ്മളിവിടെ വന്നു, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ലിറ്റിൽ ബിഗ് ആയിരുന്നു, പക്ഷേ ടാർഗറ്റ് ബിഗ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് എത്ര പോയിന്റ് ഉണ്ട്? 38 പോയിന്റ് ഉണ്ട്. അപ്പം 38 പോയിന്റ് 4 12 120 പോയിന്റ് നമുക്ക് ഇത് കിട്ടണം, 1:3 അല്ലേ. 120 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 160 പോയിന്റ്. നമുക്കിവിടെ എത്ര പോയിന്റ് കിട്ടി? സോറി, നമുക്കിവിടെ എത്ര പോയിന്റ്? നമുക്ക് ആ പടെ 80 പോയിന്റ് കിട്ടിയുള്ളൂ. അത് നമ്മുടെ പ്രശ്നം, അത് സാരമില്ല. എന്നാലും മാർക്കറ്റ് എത്ര പോയിന്റ് നമ്മളെ കാണിച്ചു? 148 പോയിന്റ്. 1:4 കിട്ടിയില്ലയോ? അപ്രോക്സിമേറ്റ്ലി 1:4 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ട്രേഡ് കാണിച്ചു അല്ലേ. 1:3.5 ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമ്മൾ പിടിച്ചാൽ. പക്ഷേ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി കാണുമ്പോൾ സംടൈംസ് നമുക്ക് ഇവിടെ 30 പോയിന്റ് ഒക്കെ പോകുമല്ലോ. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റ് ഇത്ര നമ്മൾ ബിഗ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. സോ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ്? തേർഡ് ടൈം മൂവ്മെന്റ്. ഈ തേർഡ് ടൈം മൂവ്മെന്റ്, ഈ ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ മൈ തോട്ട് പ്രോസസ് വാസ് ദിസ്. മനസ്സിലായോ? സോ ഐ എം എക്സ്പ്ലെയിനിങ് യു എങ്ങനെയാണ് ഈ തോട്ട് പ്രോസസ്സ് ഞാൻ ഡിഫൈൻ ചെയ്തെടുത്തത്. ഇമീഡിയറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ്? ഓക്കെ, ഇതൊരു വലിയ ബിഗ് ടെക്നിക്കാണ്. ഓക്കെ, നമുക്ക് എന്നാൽ പിന്നെ ഇതേ പിടിച്ചേക്കാം, പുൾ ബാക്ക് ക്യാൻഡിലെ പിടിച്ചേക്കാം, ഇപ്പോൾ തന്നെ നമുക്ക് പിടിച്ചിട്ട് ട്രേഡിംഗ് അങ്ങ് തുടങ്ങിയാക്കാന്ന് ചെയ്ത്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് സെനാരിയോ. ഡോണ്ട് ഡു ദാറ്റ്, ബിക്കോസ് വി ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ക്ലാസ്സസ്. ഒന്നാമത്തെ കാര്യം, ക്ലാസ് എപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും? ഇനിയും വീഡിയോസ് ഇഷ്ടം പോലെ വരാനുണ്ട്. സ്ട്രക്ചറൽ സെറ്റപ്പ്, സ്ട്രക്ചറൽ റീഅലൈൻമെൻറ്റ്, ഡൈനാമിക് ഡീകോഡിങ്, ഇതെല്ലാം സാധനങ്ങളെല്ലാം ഇനി ഇഷ്ടം പോലെ വരാനുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനിപ്പോൾ പുൾ ബാക്കിൻ്റെ ഒരു സെനാരിയോ കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പം വെൻ യു ലുക്ക് അറ്റ് ദ ചാർട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ ഫൈൻഡിങ് എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ബട്ട് ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. നിങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് ഈ തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ട്രേഡിംഗ് മോഡൽ. ആ ട്രേഡിംഗ് മോഡലിനെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുവാണ് മാർക്കറ്റിൽ വെച്ചുകൊണ്ട്. ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ 22 വർഷം എടുത്തു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ലെസ് ദാൻ എ ഇയർ. സോ സീരിയസ് ആയിട്ട് പഠിക്കുക, സീരിയസ് ആയിട്ട് കമൻറ്റ് എഴുതുക. ഓക്കെ, ജസ്റ്റ് ജോക്കിങ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെറ്റപ്പ് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കമൻറ്റുകൾ എഴുതുക. മേ ബി ഒരു ട്രേഡും കൂടെ ഇവിടെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. മേ ബി ഒരു ഷോട്ടും കൂടെ ഞാൻ ചെയ്യും. എനിവേ, ഇത് നാസ്ഡാക്ക് ഞാൻ ഫീൽ ചെയ്യുന്നത് ഷോർട്ടേ തന്നെ നിൽക്കുന്നുള്ളൂ. കാരണം ഇത്രയും ഹൈ വാല്യൂ ഏരിയ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹൈ വാല്യൂ ഏരിയയിൽ ആക്ച്വലി കൗണ്ടർ ട്രേഡിങ് ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ സെറ്റപ്പ് പ്രകാരം നമ്മളത് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് നോക്കുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ നമ്മളത് എൻ്റർ ചെയ്യുന്ന ഏരിയ കറക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ റോങ് ആയിപ്പോയി, തിരിച്ച് കയറി വന്നു. ആക്ച്വലി ഇത് വരുമ്പം ഇവിടെ വരാൻ, പക്ഷേ നമ്മൾ ഇവിടെ വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റർ കിട്ടിയില്ല എന്നും വരും. സോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് മിക്കവാറും എനിക്കുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അത് മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല.
അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ള ഒരു ഫാക്ടർ ഒഴിവാക്കിയിട്ട് ഡു ഇറ്റ് വിത്ത് എ പ്രോപ്പർ ട്രേഡ് പ്ലാൻ. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വളരെ വ്യക്തമായെന്ന് തോന്നുന്നു ഇന്ന് കുറച്ച് കാര്യങ്ങൾ. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഒന്ന്, മെൻ്റലി നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യും. 2, നമ്മൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ വലിയ പച്ചപ്പരവതാനി ഇവിടെ വിരിച്ചിടുന്നുണ്ട്. എന്തിനാണത്? ബിക്കോസ് നമ്മളുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമുക്ക് വലിയൊരു ടാർഗറ്റ് കിട്ടാൻ പോകുന്നു, മാർക്കറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലെസ്സിങ്സ് തരാൻ പോകുന്നു. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് വെക്കുക. എന്നും വെച്ചിട്ട് മുഴുവൻ പോയിന്റും വലിച്ചൊരു 2000 പോയിൻ്റൊക്കെ വലിച്ച് താഴോട്ടിടരുത്. ഒരു ഡീസൻറ്റ് ടാർഗറ്റ് 1:3 1:4 എന്നുള്ള ഒരു ഡീസൻറ്റ് ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ ബേസ്ഡ് ഓൺ സം പുൾ ബാക്ക് സെറ്റപ്പ് ഓർ സം സ്ട്രക്ചറൽ അലൈൻമെൻറ്റ്, റീ അലൈൻമെൻറ്റ്, ഫിബ് റേറ്റ്, ഇങ്ങനെ നമുക്ക് പല രീതിയിൽ വോളിയം പ്രൊഫൈലിംഗ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് പല ലെവലിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ പുൾ ബാക്ക് സെറ്റപ്പ്. സോ അത് ബിക്കോസ് ഇതെന്താണ് പുൾ ബാക്ക് സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരണമെന്ന് കൃത്യത്തിൽ നമുക്ക് ഇന്നത് കൃത്യം ട്രേഡും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻസ് ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വളരെ കുറവാണ്. 1000 പേര് കാണുന്ന വീഡിയോയ്ക്ക് 100 കമൻറ്റ് പോലും വരുന്നില്ല. അപ്പം ദാറ്റ് മീൻസ് നമ്മൾ ഐഡിയലായിട്ട് നിങ്ങളെല്ലാവരും ഒരു ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് കമൻറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.